വെൽക്കം ടു ട്രാവൻകൂർ പിസ്റ്റൻസ്. നമ്മുടെ GTA 5 ഗെയിം പ്ലേ ആണ്. ലെറ്റ്സ് ഡു സംതിങ് ഇൻട്രസ്റ്റിംഗ് ടുഡേ. മാപ്പിൽ ഒരു സ്ഥലമുണ്ട്, അതായത് മൗണ്ട് ചിലിയാഡ്. അതിവിടെയാണെന്നാണ് തോന്നുന്നത്. വിൽ ഗോ ദെയർ. ഹെവി ഡ്രൈവാണ്. ലെറ്റ്സ് ഗോ ടുഗദർ. ഓക്കെ, അതിൻ്റെ ഇടയിൽ കുറച്ച് ഷോപ്പൊക്കെ ഉണ്ട്, ഒന്ന് കയറി നോക്കാം. നോക്കട്ടെ, ഇടുന്ന് വാങ്ങിക്കാൻ പറ്റില്ലേ? ഒരു സോഡ വാങ്ങിക്കാം അല്ലേ? റിച്ച് ഇഷ്ടംപോലെ കാശുണ്ട്. കണ്ടാ 262 പോളി. അറിയുക, കളയാണ്, അത് മോശം. വേസ്റ്റ് ബാസ്ക്കറ്റ് ഇടണ്ടേ? ഓക്കെ, ലെറ്റ്സ് ഗോ. കലിപ്പ് സ്ഥലം. ടെന്നീസ് ബീച്ച്. നമ്മുടെ കോളൊക്കെ ഇതേപോലെ ആയിരുന്നെങ്കിൽ പൊളിയായിരുന്നു. ഓക്കെ, സോ നൗ ലെറ്റ്സ് ഫൈൻഡ് എ കാർ. വിഷയം കാർ വേണം, കാരണം ഒരേ പൊളിക്കാനുള്ളതാണ്. തള്ളക്ക് വിളിയാണ് കൊള്ളല്ലേ? ഓക്കെ, അപ്പോൾ എഴുതോ. Let's go, come. കൊള്ളാം, വണ്ടി കൊള്ളാം. വണ്ടി സംഭവം ഒരു എന്താ പറയുക, സ്റ്റെബിലിറ്റി ഉണ്ട്, പക്ഷെ പക്കയല്ല. ഓ, റെഡ് ലൈറ്റ്, ഡോണ്ട് ക്രൈ. റെഡ് ലൈറ്റ് ഒന്നും ജമ്പ് ചെയ്യല്ലേ ഗൈസ്? ഓക്കെ. റെഡ് ലൈറ്റും ഷിറ്റ് തട്ടി. റെഡ് ലൈറ്റും ജമ്പ് ചെയ്യരുത്. ആർ യു തിങ്കിങ് വാട്ട് ഐ ആം തിങ്കിങ്? മാറ. ഓ ഇത് മതി. സീംസ് ലുക്സ് ലൈക്ക് എ ഡുക്കാടി. ലെറ്റ്സ് ഗോ ബ്രോ. പോരെ, ഒറ്റ മൈൻഡ് നേരെ മൗണ്ട് ചിലിയാഡ്. മൗണ്ട് ചിലിയാഡ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. എൻ്റെ അമ്മേ, ജസ്റ്റ് സോറി. സോറി. റോളിംഗ് സ്റ്റോപ്പിൽ നടക്കൂലേ? നടക്കുമല്ലോ. ഓക്കെ, അമ്മാരുടെ റൂട്ട് ശോകം. ഓ എന്തിനാ ഫോണൊക്കെ എടുത്ത്? അല്ല, പോഷ് ഏരിയയാണ് ഇതൊക്കെ, സത്യം. പാട്ട് വേണ്ട. ഗ്രനേഡോ? അമ്മേ, വഴി തെറ്റിയടാ. കയറുമോ? അടിച്ചു നോക്ക്. ഒറ്റ മൈൻഡ് കയറണ്ടാണ്, പക്ഷെ കയറിയില്ലേ. നോക്കാം, കുഴപ്പമില്ല. ഇത് ഏത് വണ്ടിയാണ് ഇത്? ലുക്സ് ലൈക്ക് കാരണം മറ്റേ കോർവെറ്റൊക്കെ പോലെ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കപ്പോൾ ആ സ്ഥലത്ത് പോയിട്ട് അവിടെ ചെന്ന്, അവിടെ ഒരു മേജർ ജമ്പൊക്കെ ഉണ്ട്, നമുക്കതെടുത്ത് നോക്കാം. അവിടെ ചെല്ലുമ്പോൾ മിക്കവാറും മോട്ടോർ ക്രോസ്, മറ്റേ BMX, ഡെർട്ട് ബൈക്കൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് അതെടുത്തിട്ട് പൊളിക്കണം. അതാണ് പ്ലാൻ. ഓക്കെ,
അവിടെ എത്തുമ്പോഴത്തേക്ക് മിക്കവാറും രാവിലെ ആവും. വേണ്ട മലയെത്തി ഒറ്റ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഹിറ്റ് എൻ്റെ ആളിയാ കിട്ടി ബോധിച്ച് ആശ്ചര്യം. എനിക്ക് ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് വേറെ ഒന്നും പറ്റിയില്ല. സംഭവം ഞാൻ ഉദ്ദേശിച്ചേ ആ മലയുടെ മുകളിൽ നിന്ന് ജമ്പടിച്ച് അപ്പുറത്തോട്ടങ്ങ് പോവാമെന്ന് വിചാരിച്ചാണ്. ഈ സ്ഥലം നോക്കട്ടെ, ആടിപ്പൊളി. ഓക്കെ, അതാണ് നമ്മുടെ എയർപോർട്ട്. അപ്പോൾ ഇവിടെ എത്തി നമ്മളല്ലേ. നല്ല പൊളിച്ചറേ. എയർപോർട്ട് അവിടെയാണ്. അപ്പോൾ അതെന്തരടേ, മാപ്പ് അനുസരിച്ച് ഇവിടെ അല്ലേ എയർപോർട്ട് വരുന്നുണ്ട്. അത് വേറെ എന്തോ വൈബാണ്. അങ്ങോട്ട് പോയാലോ? എടാ അത് മിലിറ്ററി ബേസാണ്. സീരിയസ്ലി? ഓ അത് കലിപ്പാണ്. അങ്ങോട്ട് പോയാൽ എടുക്കും അവന്മാർ. ഡേഞ്ചറാണല്ലേ ഞാൻ പറഞ്ഞു. സോറി, കലിപ്പാവും. ഇപ്പോഴേ പറയാം, കലിപ്പാവും. എന്ത് സീനെന്ന് അറിഞ്ഞൂടാ, കലിപ്പാവും. സീരിയസ് ആയിട്ട് ഞാൻ കാര്യം പറയട്ടാ. പിന്നെ അല്ല 4 സ്റ്റാർ. കലിപ്പായി ടാങ്ക് പോടാ ഇറക്കാണ് ചെയ്യും. എന്നെ കൊല്ലം എന്തിനാണ് ടാങ്ക്. ഇവിടെ എന്തുവാടേ എടുത്തടവന്മാര്. ഞാൻ ഇടിച്ച അപ്പം തന്നെ തീർന്നു. പക്ഷേ ആർമറൊക്കെ സെറ്റ് ചെയ്യണ്ടായിരുന്നു. കണ്ണാപ്പി ഹെയർ സ്റ്റൈൽ അത് അതിൻ്റെ അപ്പുറം. എവിടെ സ്ഥലം ഓടെ എണീച്ച് കെട്ട സീനായല്ലടാ. ഞാൻ I will take my revenge in this life or the other. Okay, I got something here. അത് ഞാൻ ഒന്ന് മുടി വെട്ടിക്കോട്ടെ. സിറ്റിസൺ കണ്ണാപ്പി എൻ്റെ താടി നോക്ക്. എന്ത് കഴിയത് വൈബൊന്നുമില്ലല്ലേ. സ്നേക്സാ ഇത് മതി. ചേച്ചി വെട്ട് ചേച്ചി. ഓക്കെ, ബെഡ്. ഞാൻ പറഞ്ഞ താടിയെ വേണ്ട, ഇത് മതി. ഫുൾ ഷേവ് മതി. ഇറങ്ങ കലിപ്പുണ്ട്. മൗണ്ട് ചില്ലിയാടി പോകാൻ വേണ്ടിയിരുന്ന ഞാനാണ്. ഒരു പാറ്റേൺ ടാങ്കെങ്കിലും അടിച്ചു മാറണം. ഇവിടെ ഫുൾ കലിപ്പായിട്ട് പോകാം. നല്ല വണ്ടി വേണം. എനിക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടു. വരും. ഞാൻ തീരുമാനിക്കും.
ഇത് മതി. വേറെ സംഭവം ഇത് ഈ പർട്ടിക്കുലർ മിലിറ്ററി സ്ഥലം അത് എവിടെ നോക്കട്ടെ. ഞാൻ ഇവിടെ നിന്ന് എങ്ങാണ്ട് നോക്കിയപ്പോൾ അത് കണ്ട് ഉണ്ടല്ല. നീ പോളി, നമുക്ക് നോക്കാം. ഓഫ് റോഡ് കയറാനാ? എന്നാ കയറി. വണ്ടി എന്തിനും കാണാനാ പണിഞ്ഞേക്കണം. ഓ അയ്യോ പാവോളേ, ചെന്നയാൾ കപ്പായി. പാട്ടൊന്നും വേണ്ട. എവിടെയോ ഓഫ് റോഡ് വൈബ്. നല്ല വൃത്തിയുള്ള സ്ഥലം, അതാണ് എനിക്കിഷ്ടപ്പെട്ടത്. ഗാർബേജും വേസ്റ്റൊക്കെ കുറവാണ്. പയ്യെ എവിടെ. പക്ഷെ ആ സ്ഥലം എനിക്ക് കാണണോടെ. ഓ ആ സ്ഥലം കാണണമെങ്കിൽ നമുക്ക് നേരെ ടോപ്പായിട്ടൊരു മലയുടെ മുകളിൽ പോകാം. അവിടെ നിന്ന് നമുക്ക് നോക്കാം. അവിടെ കണ്ടാൽ ഞാൻ കയറും മോനെ. കുത്തി കയറ്റോളെ എൻ്റെ അളിയാ. കൊടു മാറ്റ് മാക്സിൻ്റെ വണ്ടി വരുന്നുണ്ട്. ഓഫ് റോഡ്. ഓക്കെ ബോയ്സ്, വെയിറ്റ് ചെയ്യും. ഓക്കെ, ഇത് വെള്ളം. ആ പാലല്ല, എനിക്കറിയാം ഇവിടെ കണ്ടാണ്. കാരണം എന്തായാലും മിലിറ്ററി ബേസ് അല്ലേ, ഒരു പാലത്തിൻ്റെയൊക്കെ മുകളിലൊക്കെ ആയിട്ടേ വെക്കുള്ളൂ. പാലമല്ല, മലയുടെയൊക്കെ സൈഡിലൊക്കെ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും അല്ല. ഏണി പിടിക്കല്ലേ. എൻ്റെ അളിയ, തിരി. ഇതൊന്നും ഒരു നടക്കി പോകൂടെ. ആരുടെ ഇത്? എന്താ സീനാണ് കേട്ടോ. അണ്ണാ എന്തരാ തുറക്കൂലേ? എന്തരാണ് മോനടാ? யாருக்கிட்ட? No, you are playing with the wrong guy, okay? വെടി എവിടെ നിന്നില്ല, അകത്ത് നിന്നാണ് പൊട്ടണം. ഇതിനകത്തും കയറാൻ പറ്റില്ല, മുണ്ടിയാണ്. ബാ ഉള്ളൂ. നല്ല പയ്യെ. പിന്നെയും പോയി. എന്തിനടാ ഇങ്ങനെയാണ് കയറിയത്? അത് ഓടാ തെണ്ടിയാളാ.
എൻ്റെ വണ്ടിയും പോയി, പാടമായി. ഇനി ഞാൻ പട്ടിയെപ്പോലെ ഓടണമല്ലോ അവിടെ. എൻ്റെ അവിടെ ആളെത്തി. പാളി ഒരാവശ്യമില്ലാത്ത പണിയായിപ്പോയി. ചുമ്മാ ചെന്ന് വാങ്ങിച്ച് എൻട്രി ബേസിൽ പോയി പണി കിട്ടി. ഇവിടെയും പണി കിട്ടി. നമ്മളിതൊന്നും ഇല്ലടേ, ചീറ്റൊന്നുമില്ല, പക്ക വണ്ടി ചിലിയാടെങ്കിൽ ചിലിയാട്. നമ്മൾ വണ്ടികളൊന്നും മോട്ടിക്കാൻ പാടില്ല. ദാറ്റ്സ് ബാഡ്. ഓ നല്ലൊരു വണ്ടിയും മതി. നല്ല വണ്ടി. സോറി ബ്രോ, വിട്. ഞാൻ വയലൻസിനെതിരാണ്. ഞാൻ പറയാം, നമുക്കതൊന്നും വയ്യ. ആ വൈബിനെതിരാണ്. നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കുകയില്ല. ഞാൻ ഒരു കേസ് വരട്ടോ, എട്. അങ്ങേര് പാവടെ ഒരു കൃഷിക്കാരൻ, അങ്ങേരുടെ വണ്ടിയൊന്നും വേണ്ട. നമുക്ക് നല്ല പണക്കാരൻ്റെ ഹമ്മർ എടുക്കാം. ഹമ്മർ എടുത്തുകൊണ്ട് മാമത്ത് പാട്രിയോട്ട് SUV. ഓക്കെ. അല്ല, ഈ പ്രാവശ്യം പണി വാങ്ങിച്ച് പിടിക്കല്ലേ. ഒക്കെ മര്യാദയ്ക്ക് പോവാം. മര്യാദയ്ക്കുള്ള വഴിയിൽ മര്യാദയ്ക്കായി പോവാം. ഹെഡ്ലൈറ്റ് വേണ്ട, ഷോർട്ട് കട്ട് വേണ്ട, മര്യാദയ്ക്ക് പോ. പക്ഷേ നൈസ് സ്കൈ അല്ലേ, പൊളി. യൂട്ടേണടി. I like it. Hummer can drift you. സീനാണ്, നോക്കിപ്പോയ. മൗണ്ട് ചുഴിച്ചാൽ ഇതാണ് ട്രയൽ. ഹെഡ്ലൈറ്റ് കുറച്ചും കൂടെ. ഓഫാക്കാൻ ഹെഡ്ലൈറ്റ്. ബ്രൈറ്റ്. തടി കമ്പനിയാണ്. തടിയൊക്കെ വെട്ടി കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് പോണ സംഭവമാണ്. ഇരുട്ടാണ്ടേ. ഓഫ് ചെയ്തല്ല ഹെഡ്ലൈറ്റ്. കാണാം, നിലാവുണ്ട്. കയറി ഫാക്ടറി ഓട്ടും. സീരിയസ്ലി മാൻ, കണ്ടവൻ്റെ മത്തിയ വണ്ടിയാണെങ്കിൽ ഒരു മര്യാദ ഇല്ലടേ. മര്യാദയ്ക്ക് പോ. ഇങ്ങനൊക്കെ ഇത് കട്ട ഓഫ് റോഡാണല്ലോ അവിടെ. ഉണ്ട്. Man, do you drive, man? Do you know how to drive? ഇതാണ് ഇനി അടുത്ത ട്രെയിൻ വന്നിരിക്കാൻ. നമുക്ക് ആ ഒരു വീഡിയോ ചെയ്യണം. ട്രെയിനിനെ നിർത്താൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ചിലവന്മാർ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ എന്ന് വെച്ചാൽ ഇത്രയും ഹമ്മർ ഓഫ് റോഡ് പുൾ. എൻ്റെ ദൈവമേ, ഒരു തടിയിൽ തട്ടിയതാണ്. ഹെഡ്ലൈറ്റ് ഇല്ലേടേ. ഈ തടി റബ്ബർ തടിയാ. ഇഷ്ടം പോലെ മുയലൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇത്രയും വലിയ കയറ്റമൊക്കെയാണ്. ഹമ്മർ കയറുമോ എന്നുള്ളതാണ് സംശയം. ഹമ്മർ കയറും. ഇവിടെ പയ്യെ കാരണം സസ്പെൻഷൻ കയറ്റം. പോ ഹമ്മർ കയറും. ഇതിന് പോലെ 2 വീലർ ഡ്രൈവ് ഹമ്മറാണെന്ന് അറിഞ്ഞൂടല്ലേ. ഇപ്പം നോക്കട്ടെ.
ഫ്രണ്ടില്ലടേ, ഇത് ബാക്ക് വീൽ ഡ്രൈവ് വണ്ടി, ഫ്രണ്ടിൽ ഹൗസിംഗ് ഇല്ല. പറ്റിച്ചല്ലാടെ ഹമ്മറ. എറാണ് ഞാൻ ഇപ്പം പറയാൻ. പാടില്ല പറഞ്ഞ് പയ്യെ കുത്തി കയറ്റമാണ്. വൺ സ്മോൾ മിസ്റ്റേക്ക്. ഏനാ അവിടെ പോയിട്ട് ഇനി ബൈക്ക് കിട്ടിയില്ലെങ്കിലാ? ഞാൻ പോയ കാലത്തെല്ലാം ബൈക്ക് കിട്ടിയിട്ടുണ്ട്. നോക്കാം, എന്തിനും കൊള്ളാടെ. 2 വീൽ ഡ്രൈവ് ഹമ്മറും കൊണ്ട്. I think this is the highest motorable road in GTA 5. ഇവിടുന്ന് ചാടിയിട്ട് വേണമെങ്കിൽ അതിൻ്റെ വാശി തീർക്കാൻ വേണ്ടി നമുക്കവിടെ പോവാം. മിലിറ്ററി ബേസിൽ പോവാം. എടാ എന്ത് വന്നടേ ഇത്? കയറൂല. പയ്യെ വഴി, ആ വഴി. ആഹാ, ജസ്റ്റ് മിസ്. കുറച്ച് കാശൊക്കെ ഇട്ടിട്ടാണ്, കുറച്ചും കൂടെ കൂടിയൊരു ഗ്രാഫിക്സ് കാർഡും നല്ലൊരു ഡിസ്പ്ലേ ഒക്കെ വാങ്ങണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഗ്രാഫിക്സിൽ ഇതൊക്കെ കളിച്ച് നോക്കണം എന്തായിരിക്കും, എങ്ങനെയായിരിക്കും. ഒരു ഹെഡ് ലൈറ്റ് ഉണ്ടായിരുന്നു, അതും പോയടെ. പറഞ്ഞ ആ ചെറിയ ഹെഡ് ലൈറ്റ് ഇല്ലടേ, ചെറിയ വണ്ടി എടുത്തിട്ട് വരാൻ. ഇല്ല, ഹെഡ് ലൈറ്റ് ഇല്ല. നമുക്ക് ചീറ്റ് കോഡൊന്നും വേണ്ട, നമ്മൾ പക്ക. അളി അങ്ങനൊന്നും ചെയ്യില്ല. നീ മര്യാദക്കുള്ള വഴി പോ. ഷോർട്ട് കട്ട് എന്നൊക്കെ പറയാം, അവസാനം ഗർത്തത്തിൽ വന്ന് വീഴും, കൊക്കയിൽ വന്ന് വീഴും. ഞാൻ പറഞ്ഞ് തീർന്നല്ല. നീ പയ്യാൻ പറഞ്ഞേക്ക്. ചരിഞ്ഞൊന്ന് കയറി നോക്ക്. ചരിഞ്ഞ് ചിലപ്പോൾ കയറും. ഞാൻ എന്തോ അവിടെ പറഞ്ഞത്. ഇത്ര ഗതികെട്ട് ഈ ലോകത്ത് ഞാൻ മാത്രമേ കാണുള്ളൂ. ശടാ dude, this time we need a perfect car. Okay, I need a perfect car. Perfect car alle. I got one perfect car. Come on. Thar. ഇത് മതി. താർ റോക്സ്. ഇത് പക്കയായിരിക്കും, നോക്കട്ടെ. ഫ്രണ്ട് കാണും, നോക്കാം. പക്ഷെ ഫ്രണ്ടിൽ ഇതില്ലടേ, ഹൗസിംഗ് ഇല്ല. ബാക്കിലുണ്ട്. 4x4 തന്നെ എന്തോ. അല്ല ഇതൊക്കെ പോ. ഇത് ഈ പ്രാവശ്യം ഞാൻ എടുക്കും മോനെ. ഇത് കുറേ നേരമായി കണ്ടടേ. വേലയൊന്നും എനിക്ക് സമയമില്ല, വിട്. വലിയ മേജർ മോണ്ടി നിൽക്കുമ്പോഴാണ് പൊളി. പെട്രോളൊക്കെ കൊണ്ട് ഫുൾ ടാങ്ക്. ഓടത്തോള ആട് ഉത്രോട്ട് വേലയില്ല. ഓ കഷ്ടോടായി. അതാ ഫാമിലി വണ്ടി. ഇനി ഒന്നും കൂടെ ഓടിച്ച് കയറണമല്ലോ അവിടെ. ഇല്ലില്ല, ഒന്നുമില്ല. പൊളന്ന്. സോറി ബ്രോ. ഓഫ് റോഡല്ലേ?
ഇതാണാടെ നിൻ്റെ ഓഫ് റോഡ്. വണ്ടിയുടെ ചേസ് ബെൻഡായി കാണും. ഇത് ഞാൻ ഉദ്ദേശിച്ച സ്ഥലം മാറിപ്പോയി. അല്ല, നിനക്ക് മാറും. നീ കട്ടാണല്ലോടെ. വണ്ടി കയറടാ, ജീപ്പാണ്. ഇതിന് പവറില്ലടാ ഈ വണ്ടിക്കൊന്ന്. ഫസ്റ്റ് ഇട്ട് കയറടായി. ആ കയറ്. അതോ വേണ്ട, നമുക്കറിയാം. കയറ്. വണ്ടി ഇത്തിരി ടൈം എടുക്കും. ഡീസലാണോ പയ്യ ടർബോ ഒന്നും ലൈവ് നമുക്ക് കയറും. ഓക്കെ, സെറ്റാണ്. ടയറ് കുഴപ്പമില്ല. അലോയ് പണിഞ്ഞ അലോയാണ്, പണിഞ്ഞ വണ്ടിയാണ്. അതാണ്ട് വഴി. ഇറങ്ങി പയ്യ ഇറങ്ങി വിട്ടോ. എന്തടി പറക്കണത്? പ്ലെയിനാണല്ലേ? ഓടെ ആടാ പശു എന്തിനാണ്? കേട്ടോ അവനെ. ചുമ്മാ അതിൻ്റെ രാക്കും കൂടെ കിട്ടും. ഓക്കെ, എല്ലാ ഗ്ലാസും പൊട്ടി. ഹെഡ്ലൈറ്റ് ഉണ്ടോ? ആ കിട്ടിയല്ല. വെയിറ്റ്. അറിയാ, വണ്ടി ഓടിക്കാൻ അറിയാത്തവനെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ച് വണ്ടി പടമാവും. ഇങ്ങനൊന്നും അതിന് കയറാൻ പറ്റൂല. വണ്ടിയും കൊണ്ട് നമ്മുടെ ജീപ്പ് കയറൂലടേ. ഇതൊന്നും താഴെപ്പോ ഒന്ന് കാണാനും പറ്റണം. താഴെപ്പോ. ഞാനൊരു സത്യം പറയട്ടാ, നടക്കൂല. ഒരു പൊത്ത ഇവിടെ നടക്കാൻ പോണില്ല. അതാണ് സത്യം. ഈ വണ്ടിക്ക് ഒരു ട്രെയിൻ പിടിച്ച് പോടാ. മുയലിനെ കയറ്റി ഇറക്കാൻ. ആ പശുവിനെ ഇടിക്കാൻ പോയതാണ്. വല്ല ആവശ്യമുണ്ടോ? വണ്ടി പടം. പക്ഷെ ഒണ്ടറേ പയ്യെ കയറുന്നുണ്ട്. ഇതൊക്കെ വഴിയാടി. നീ താഴോട്ട് പോ. ഓർമ്മയുണ്ട ഈ മരം? ആ ഇനി ഗ്രിപ്പ് കിട്ടും. വണ്ടി സെലക്ഷൻ അണ്ണാ മാറ്. ഫോണടിക്കണം. ഓ ചുമ്മാ അങ്ങോട്ട് വഴി വെട്ടി വെച്ചേക്കാണ്. അവിടെ ചെന്ന് ഇടിച്ച് കിടക്കാൻ. എടാ ഈ വണ്ടി കയറി. എനിക്കൊന്ന് ഇത് റോഡ് ടയറാണ് കിടക്കണമെന്ന് തോന്നുന്നു കേട്ടോ. ഇത് സംഭവം സ്റ്റീൽ റിമ്മാണ്. മറ്റേ ഓഫ് റോഡ് അലോയ്സൊക്കെയാണ്. എൻ്റെ പൊന്നെ കയറൂലെന്ന് പറയല്ലേ. പോട്ട് ബമ്പറൊക്കെ ഇളകി. ഇത്തിരി മെല്ലയാണ്. രാത്രിയിലും കണ്ടു. ഇതിന് ഉറക്കമൊന്നുമില്ലടേ. പോയി ഇല്ല പോവില്ല. പോവും. പയ്യേട്. ബാക്ക് വീൽ ഡ്രൈവ് വണ്ടിയടാ ഇത്. 29 മിനിറ്റ് റെക്കോർഡിംഗ് ആണ്. 29 മിനിറ്റ്. ബാക്ക് വീൽ ഡ്രൈവ് വണ്ടിയും കൊണ്ടാണ് അമ്മൂമ്മയുടെ ഓഫ് റോഡ് കൊടുത്താൻ വന്നു. ഞാൻ കേസ് വരട്ടാ.
കണ്ടോ, ബാക്ക് വീൽ ഡ്രൈവ് വണ്ടിയാണ്, അതാണ് ഇത് കയറാത്തത്. അല്ലയാ, നീ എന്തൊക്കെ ചെയ്താലും നീ ആരെയൊക്കെ പിടിച്ചാലും വണ്ടി കയറൂല. അതാണ് യഥാർത്ഥ സത്യം. ആ റോഡിൽ പോ, ഇതെല്ലാം നീ കയറി വന്ന റോഡ്. പോയി. We need a proper car. We'll try. Okay, we'll try. I cannot simply abandon this car and go right. Wow. വണ്ടിയുടെ കട്ട ഇളങ്ങിയടാ. വണ്ടി പടം. അങ്ങനെയല്ല നടക്കുമെന്ന് നോക്കാം. റിവേഴ്സിട്ട് കയറാൻ പറ്റുമോ? ജസ്സായിട്ട് അളിയാ, വേറെ വഴിയൊന്നുമില്ലടേ. അടേ ഓടിച്ച് സ്പീഡ് കയറ്റി. ഞാൻ അല്ലെങ്കിൽ നടക്കാൻ പോണം. നാണക്കേട്. മൗണ്ട് ചില്ലിയാടി വണ്ടിയും കയറൂല. പിന്നെ അല്ല, ഒരേ പൊളി. ലിറ്ററലി വണ്ടി കയറണ്ട. ഞാൻ എൻ്റെയൊക്കെ ജീവിതത്തിൽ എനിക്ക് അറിയാവുന്ന എല്ലാ രീതിയിലുള്ള ഡ്രൈവിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ടയർ സ്ലിപ്പാവുന്നുണ്ട്, ബാക്ക് വീൽ ഡ്രൈവ് വണ്ടി. ബട്ട് സ്റ്റിൽ ഐ എം പുട്ടിങ് മൈ ഫുൾ എഫേർട്ട്. ഇനി 3/4 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ട്രാക്കിൽ പിടിച്ച് പോകും. എടാ നിന്ന്. ശരിടാ, നടക്കണം. ഹാൻഡ് ബ്രേക്ക് പിടിച്ച് ആ ടയറിൻ്റെ സ്ലിപ്പാണെങ്കിൽ ഒരു കാര്യം ഇവിടെ നിറിച്ചോ. കേസ് വരട്ടെ, വണ്ടി നിറങ്ങും. എൻ്റെ അമ്മൂമ്മയുടെ വണ്ടി ഓടാ പോ. ഇനി മേല ചപ്പ വണ്ടി. എന്തിനു നീ അങ്ങനല്ല നീ പോകേണ്ടത്. ഞാൻ ഒന്നും കൂടെ ഒന്ന് ഓടിച്ചു നോക്കാം. ചിലപ്പോൾ കയറിയല്ല ലക്കിന്. വണ്ടി സ്റ്റാർട്ടാണല്ലോ. പവർ വന്നോ? ഇറങ്ങ. എന്തൊരു കയറ്റൂടാ. ഓ ഓ ഓ ഞാൻ പറയാം എന്ത് ചെയ്യണം. ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. എന്താ പോവാൻ പോയി. മോശമാണോ കാണിക്കണം? മോശം തന്നെ കാണിക്കണം. വല്ലാത്ത കഷ്ടമാണിത്. വേറെ ആർക്കും ഈ അവസ്ഥ വരില്ല.
പോ, കുഴപ്പമില്ല, നീ എവിടെയെങ്കിലും പോ, നിനക്ക് ഇഷ്ടമുള്ളടത്ത് പോ. എവിടെയാ വണ്ടി? ഓഹോ, അവിടെ ഉണ്ടല്ലേ. ക്ഷമിക്കണം, എനിക്ക് നിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ദേഷ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വെടിവെക്കണം. ഇനി ഞാൻ വെടിവെക്കില്ല നിന്നെ. എൻ്റെ എല്ലാ വെടിയുണ്ടും ഞാൻ തീർക്കും. എന്താ വേറെ ലെവല് തോക്കറി. അവൻ ഇൻഡിസ്ട്രക്റ്റബിളാണ്, സീരിയസ്ലി. അതാ പൊട്ടിത്തെറിച്ചത്. ആ വണ്ടി ഇനി ഒരു അരിയില്ലടാ. ആൾറെഡി അത് പൊട്ടിത്തെറിച്ച വണ്ടിയാണ്. ഇനി എടുക്കാൻ പോണോ നീ? നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലടേ. ആയിക്കോട്ടെ. ഗ്രനേഡ് 5. താങ്ക്സ് ബ്രോ. പറഞ്ഞേ, ഒരു മര്യാദ ഉണ്ട്, മനസ്സിലായ? ഒരു മര്യാദ, അന്തസ്സ് വേണടാ, അന്തസ്സ്. പോ, അതുവഴി പോ, നിൻ്റെ കുഞ്ഞമ്മനെടുത്തു. ഞാൻ ഓടും. ഞാൻ എന്തിനിങ്ങനെ ഷോർട്ട് കട്ടിൽ ഓടാൻ പോയി? എൻ്റെ അളിയാടെ എണ്ണിച്ചിരിക്കടാ. ഇത് വല്ലാത്ത ഗതികേടാണ് കേട്ടോ. പേല വരുമോ? വരട്ടെ, പേല വരട്ടെ. ഇത് പേല ഒന്നെടുക്കൂടോ ഇപ്പം? വണ്ടി എക്സ്പ്ലോർ ചെയ്തത് എൻ്റെ കാരണം കൊണ്ടല്ല, വണ്ടി കൊള്ളാത്തതുകൊണ്ടാണ്. ഓടുവാണ്, ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചൊപ്പ വണ്ടി. എന്ത് വേലയുടെ ഒരു ഓഫ് റോഡ് വണ്ടി വന്നിരുന്നേ കൊള്ളാം. പക്ഷെ മറ്റേ വണ്ടി കൊള്ളായിരുന്നു. നമ്മുടെ ബഗ്ഗിയല്ല, മോറിസിനെ വിളിച്ച് ഓഫ് റോഡ് സ്പെക്ക് ചെയ്തില്ലേ? ഒരു ഗതികേടേ. ഓടി ഓടി തണ്ട്. അതാണ് അവിടെയാണ് എത്തേണ്ടത്. ഇവിടെ ഒന്നുമില്ലല്ലോ അവിടെ. ഓട് ഓട് ഓട്, നോക്കട്ടെ. ആർമിക്കാരന്മാർ ബസ്സാണ് അത്. അമ്പം കോമഡി അല്ലേ? ടാങ്ക് എന്തൊക്കെയാണ് വന്നു. ആ ആ ആ എൻ്റെ അളിയോ, കടിച്ചാടേ. ഇവിടെ ഞാൻ പറട്ടത് ഒന്നും കൂടെ ഞാൻ പറയാം. ഇത്രയും ഗതികെട്ടായി ഈ ലോകത്ത് കാണൂല അളിയാ. വേല അവിടെ എന്തൊരു കലിപ്പോടെ. വേല പോയി വേല പോയ. എടാ ഇതേ പ്ലാൻ ചെയ്ത് പക്ക പെർഫെക്റ്റ് അടിച്ചാണ്, പ്രോപ്പർ. ഓ എൻ്റെ സ്വഭാവം നിനക്കറിഞ്ഞൂടാ. ഇത് മതി. ഈവൻ GMC ഫ്രണ്ട് ബാക്ക് സെറ്റ് ഇതിൽ നമ്മൾ എടുത്തിരിക്കും. ഇതിലെടുത്തിരിക്കും അളിയാ. ഇത് പക്ക വണ്ടി. അവൻ്റെ ഫേക്ക് ജീപ്പ്
പാട്ട് ഓഫ് ചെയ്തിട്ട് കുഞ്ഞമ്മയുടെ പാട്ട്. ആ വഴി കൂടെ തന്നെ പോവും, 40 മിനിറ്റായി റെക്കോർഡിങ്, ഗെയിം പ്ലേ റെക്കോർഡിങ്. ഇത്രയും മിനിറ്റൊക്കെ എന്തിരടേ. പിന്നെ പോട്ട് ഒരു രസം നടക്കില്ലോ എന്ന് പറയണമല്ല. ഇവിടുന്ന് ക്ലൈമറ്റ് ഉണ്ടോ, ഒരു മന്ദത്തെ പിടിച്ച ക്ലൈമറ്റ്. ഓക്കെ ബോയ്സ്, നമ്മൾ എത്തിയിരിക്കുകയാണ് സ്ഥലത്ത്. ഇനിയിപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതായത് വണ്ടി നശിപ്പിക്കാതെ വേണം നമുക്ക് പോകാൻ. ഇവിടെയൊക്കെ ചവിട്ടി തുറന്ന ഒരു സീനുമില്ല. മറ്റേ തടിക്കഷ്ണത്തിൽ പോയി ഇടിച്ച് കപ്പാവല്ലേ. നിൻ്റെ കൂട്ടുകാരൻ വല്ലതാണോ എന്നെ നേരത്തെ കടിച്ച്? ഇല്ലല്ല, ഇവനല്ല, അവൻ പാവമാണ്. അവിടെ മുകളിൽ കാണും, അവനെ എടുക്കാം. ഓക്കെ, തടിക്കടയിലെത്തി. എന്തൊരു വര വന്നു, എന്തോ വര മുകളിൽ കൂടെ. കട്ട ഓഫ് റോഡാണ്, വണ്ടി പക്കാട. ഇതാണ് 4x4 വണ്ടി എന്ന് പറഞ്ഞാൽ മനസ്സിലായി. മറ്റേ എൻ്റെ അമ്മൂമ്മയുടെ 2 വീൽ ഡ്രൈവ് ചോപ്പ ജീപ്പ് പിന്നെ വില കളയാൻ വേണ്ടി വണ്ടി പക്ക. ഹെഡ്ലൈറ്റൊക്കെ ഇടേ, ഹെഡ്ലൈറ്റൊക്കെ കിടന്നോട്ടല്ലേ. ഹൈ ബീം ഇടും. ഓക്കെ, വെളിച്ചം വേണം. ഇവിടെ വരണം, അവിടെ ഇരിക്കണമാർ കാണണം. പിന്നെ പേരുണ്ടോ? ചുമ്മാ എന്ത് നോക്കല്ലേ. ചുമ്മാ പാർക്ക് റേഞ്ചാണ്. ചുമ്മാ അങ്ങോട്ട് എന്ന് ഇയാണി വെക്കല്ലേടേ. ഫസ്റ്റ് മിലിറ്ററിക്കാരന്മാർ കൊന്നു, രണ്ടാമത് എങ്ങനെയാണ് മരിച്ചത്? ചുമ്മാ വേറെ വൈബാണ്. വേണോ? വേണ്ട. രണ്ടാമതും മൂന്നാമതും ഒക്കെ എങ്ങനെയൊക്കെ ചത്തറേ ഒന്നും പറയണ്ട. ഇതാണ് മറ്റേ തടി. വണ്ടി ഒന്നും പറയാനില്ല, പക്ക ഓഫ് റോഡെന്നൊക്കെ പറയണ്ട. സ്റ്റാൻഡ് വണ്ടി മാറേ. ഈ കയറ്റൊക്കെ ഓർമ്മയുണ്ടോ? പക്ക കയറണ കണ്ട അവനവിടെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. വെയിറ്റ്, എടാ നായിൻ്റെ മോനെ, എൻ്റെ 4x4 അവനവിടെ വണ്ടി നിർത്തി വണ്ടി ഉരുണ്ട് പോവല്ലേ, പോവില്ല. ഞാൻ വയലൻസ് അല്ല, എങ്കിലും നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു മര്യാദ വേണം, മനസ്സിലായോ? വണ്ടിയും പോയി ഒറ്റയ്ക്ക് പട്ടിയെ പോലെ നടന്നെന്ന് എന്നെ നീ അടിച്ചു കൊന്നു. I told you, in this life or the other, I will take revenge. I did it. കണ്ടിത് 4x4 ആണെന്നൊക്കെ പറഞ്ഞു. Okay, we are finally reaching the last point. നമ്മൾ ഇവിടെയൊക്കെ മറ്റേ വണ്ടി കൊണ്ട് വന്നില്ലേ. ഇവനാണോ എന്നെ കടിച്ചത്? ചിലപ്പോൾ കടിച്ചവനിപ്പോൾ വീട്ടിൽ റിലാക്സ് ചെയ്യായിരിക്കും. അവനെ കൊല്ലാം. കയറിയിട്ടൊന്നും പറ്റിയില്ല. നമ്മൾ ഇതുവരെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇതുവരെ ഏത് വണ്ടി വന്നു? ഇതുവരെ വന്നത് നമ്മൾ മറ്റേ ബഗ്ഗിയല്ല, അത് തന്നെ, ഓഫ് റോഡറിൽ. ഓക്കെ,
പെർഫെക്റ്റ്. ഓക്കെ. ആണ്ടാ ഇവിടെ ഇടിച്ച് നിന്നൊക്കെ ഓർമ്മയുണ്ടോ? യെസ്. വരട്ടെ. കാട്ട മല കേട്ടോ, വേറെ ലെവല് മല. ഓ ആ 1 മണിക്കോ? ഓക്കെ, നോക്കാം, വെയിറ്റ് ചെയ്യാം. ഓ ഓക്കെ. ഒരു ടാസ്ക് 1 മണിക്കിനി അനിയത്തെ ഒരു സ്ഥലം വരെ കൊണ്ടാക്കണം. ആക്കാം. ഇത് ആദ്യം ചില്ലിയാടി കയറുമെന്ന് നോക്കട്ടെ, എന്നിട്ടേ ഉള്ളൂ ഇനി അടുത്ത്. മൈ ഗോഡ്. ഞാനൊരു കാര്യം ഒന്നും കൂടെ പറയാം. പയ്യപ്പോടെ ഒന്ന് നിർത്തണം, നോക്കിയാലോ, ജസ്റ്റ് സ്ഥലമൊക്കെ നോക്കട്ടെ. അമ്പോ, പണ്ട് ഞാൻ കൊച്ചിലെ വന്ന സ്ഥലമാണിത്, പിന്നെ ഞാൻ വന്നിട്ടേ ഇല്ല. ലൈൻ കമ്പിയൊക്കെ ഉണ്ട്, സോളാറായിരിക്കും. 46 മിനിറ്റ്. പോ. You are reaching the destination. Thank you so much, GMC. You're the man. ആടിനൊക്കെ പോകാൻ പറ. ആടിന് ദം ബിരിയാണി അടിക്കും. Where are we? Danger. I am the danger. I think that's going to Alimballe. സോറി ബോയ്സ്, ഒരു വീഴല്ലടാ, പാവോടാ. ആംബുലൻസ് വിളി. എമർജൻസി. എൻ്റെ പേരെന്തോ? എമർജൻസി സർവീസ്. അവിടെ കിടപ്പുണ്ട്. പാരാമെഡിക്. എവിടെ? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ മൗണ്ട് ചില്ലി അടുത്തിരിക്കുകയാണ്. പാരാമെഡിക്ക് വന്നില്ല അവിടെ. ഇതാണ് വ്യൂ. എന്ത് കാണാൻ പറ്റും? ഓടയാണ്. എനിക്കൊന്നും കാണണ്ട. ഓടയാണ്. രാമമ്മ ടെലിസ്കോപ്പ്. ഞാൻ പറഞ്ഞ വണ്ടിയുടെ ഉണ്ടെന്ന്. ചീത്ത പറയണില്ല. ഹെൽമെറ്റ് പോയി. ചെറിയൊരു തെണ്ടിത്തരം കാണിച്ചാലാ. എന്ത് തെണ്ടിത്തരം? അതായത് അതിൻ്റെ മുകളിൽ പോകണം. സീരിയസ് ആയിട്ട്. അവിടെ പോളറക്കാണ് ചെയ്ത്. നിനക്ക് വട്ടാണല്ലയാ മാഡ് മാൻ. ഈ വണ്ടിയും കൂടെ ഇനി നശിപ്പിക്കാനുള്ള പരിപാടിയായിരിക്കും അല്ലേ? You're a hit. Oh, yes.
So this is it. Are you sure you want to do this? Yes, I want to do it. Freaking daredevil man. എന്താ പറയുക, തിളങ്ങണം. പാരഷൂട്ടാണത്. ഓ ഹിറ്റ്. അപ്പം എങ്ങനെ ഉറപ്പിക്കല്ലേ? ഉറപ്പിക്കാം. റെഡി, സ്റ്റഡി, ഹെൽമെറ്റ് വെച്ചോ. ഓ യോ, സീരിയസ് ആയിട്ട് കളിയാ. ഞാൻ അലൈൻ ചെയ്തതാണ്. ആ പോട്ട്. ശരി ഗൈസ്, താങ്ക് യു സോ മച്ച്. 50 മിനിറ്റ് ആയിപ്പോയി. ഹാഡ് സോ മച്ച് ഫൺ. അല്ല, ഞാനിപ്പോൾ എന്തോ പറയാനാണ്. ഷേടാ പോലെ മോശം എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ല, വളരെ മോശം. ഓക്കെ, നമുക്കിപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ.